മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയോത്സവവും ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതിയായ സ്കൂൾ കമാനത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. സുർജിത്ത് അധ്യക്ഷനായി. പി.ടി.എ പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ, പ്രിൻസിപ്പൽ ജിജി പി. ബാലകൃഷ്ണൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, പഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരൻ, പി.ടി.എ വൈസ് പ്രസിഡന്റ് സുനിത, പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, പി.വി. സലീഷ്, എൽ. ജോയ്സി, എം.ആർ. മോഹനൻ, അരുൺ ആനന്ദ്, ഗിരീഷ് ചെറിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വിദ്യാലയങ്ങൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും ഏതാണ്ട് ഇപ്പം തന്നെ 46,000-ൽ പരം വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റിയിട്ടുണ്ട്. പഴയകാലത്ത് വലിയ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാലയങ്ങളിൽ മാത്രമാണ് നമ്മളൊരു ലാപ്ടോപ്പ്, ഒരു LCD പ്രൊജക്ടർ, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ കാണുമായിരുന്നുവെങ്കിൽ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളിലെയും മറ്റു പൊതുവിദ്യാലയങ്ങളിലെയും LP ക്ലാസ്സുകളിൽ നിന്ന് അടക്കം അവിടെ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കാണാൻ കഴിയുന്നു. അതുപയോഗിച്ചിട്ടുള്ള പഠനം നടത്തുന്നു എന്നുള്ളതുകൂടി പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മികവായിട്ട് നമ്മൾ കാണേണ്ടതാണ്. എല്ലാ കുട്ടികളെയും കൂടുതൽ ശ്രദ്ധിക്കുക എന്നതിലേക്ക് നമ്മുടെ അധ്യാപന രീതി കൂടി മാറിയതുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി അവരെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഈ പ്രാവശ്യത്തെ പരീക്ഷയുടെ മൂല്യനിർണ്ണയ രീതികളിൽ അടുത്ത കൊല്ലം തൊട്ട് മാറാൻ പോകും. ഇതുവരെ 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ക്ലാസ്സുകളിലും നമ്മുടെ കുട്ടികൾ ഓൾ പ്രമോഷനോടെ എന്നൊക്കെ പറയാം ജയിച്ചു വന്നിരുന്ന രീതി കൂടി മാറ്റുക.